ഇപ്പോൾ മുൻമന്ത്രി VS സുനിൽകുമാർ ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കാൻ. ശ്രീ VS സുനിൽകുമാർ, ഇപ്പോൾ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് പാടില്ല എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ആദ്യം ഗതാഗത കുരുക്ക് പരിഹരിക്കൂ എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, റോഡ് തകർന്നിരിക്കുന്നു, അത് നന്നാക്കാതെ ഇനി ടോൾ പിരിക്കരുത് എന്ന കർശന ഉത്തരവിലേക്ക് ഹൈക്കോടതി വരികയാണ്. പലതവണയായി ഇതിന്മേൽ നിർദ്ദേശമുണ്ടാകുകയും കളക്ടറടക്കം ഉത്തരവിടുകയും ചെയ്തിട്ടും ദേശീയപാത അതോറിറ്റി മുഖം തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിനെ എങ്ങനെ കാണുന്നു ശ്രീ VS സുനിൽകുമാർ? ഈ ഹൈക്കോടതി ഉത്തരവ് അത്യന്തം ആഹ്ലാദകരമായ കാര്യമാണ്. കാരണം അതിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ കാരണം നമുക്ക് ടോൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടോൾ കൊടുക്കുന്നത് നമ്മുടെ വാഹനം അതിന് മെയിൻ്റനൻസ് ഇല്ലാതെ സ്മൂത്ത് ആയിട്ടുള്ള റോഡ് ഉണ്ടാവണം, സമയബന്ധിതമായിട്ട് നമുക്ക് ബ്ലോക്ക് ഇല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷൻ എത്തിച്ചേരാൻ കഴിയുന്ന സൗകര്യങ്ങൾ നമുക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സർവീസ്, അതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലും സർവീസും നമുക്ക് ഇങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നിയമപ്രകാരം ഈ ടോൾ കൊടുക്കുന്നത്. എന്നാൽ ഈ സർവീസ് ഒന്നും കൊടുക്കാതെ ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്ന പരിപാടി, വലിയ പാതാളക്കുഴി പോലുള്ള കുഴികളൊക്കെ അവിടെ ഉണ്ടായിട്ട് പോലും ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ടോൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ ഭരണകൂടം നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അവർ പുല്ലുവില കൽപ്പിച്ചിട്ടില്ല. അതിന് കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയും പൂർണ്ണ പിന്തുണ ഇവർക്കുള്ളതാണ്. അപ്പൊ നിയമപരമായി എല്ലാ അർത്ഥത്തിലും അവർക്കാണ് ഗുണം എന്നതുകൊണ്ടാണ് അവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ശ്രീ VS സുനിൽകുമാർ, എന്നിട്ടും കോടതിയിൽ മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞിരുന്നു. സർവീസ് റോഡ് ഉണ്ടായിരുന്നു, സർവീസ് റോഡ് തകർന്നതാണ് കുഴപ്പമായത് എന്ന രൂപത്തിലുള്ള പ്രതികരണമാണ് ആദ്യം നൽകിയിരുന്നത്. അല്ല, സർവീസ് റോഡ് നന്നാക്കേണ്ട ഉത്തരവാദിത്തം അവർക്കല്ലേ? സർവീസ് റോഡ് സംസ്ഥാന ഗവൺമെന്റിനാണോ? നിങ്ങൾ ടോൾ പിരിക്കുന്നുണ്ടെങ്കിൽ സർവീസ് റോഡാണെങ്കിലും സ്ട്രീറ്റ് ലൈറ്റ് ആണെങ്കിലും അവിടെ ആവശ്യമായിട്ട് വരുന്ന എല്ലാ സൗകര്യങ്ങളും അവിടെ പോകുന്ന വാഹന ഉടമകൾക്ക് നൽകി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ടല്ലോ. അവർ വാങ്ങുന്ന ടോൾ എന്ന് പറയുന്ന ചെറിയ പൈസ ഒന്നുമല്ലല്ലോ, വലിയ പൈസ അവർ ഓരോ സമയത്ത് ക്രമാനുഗതമായി വർദ്ധിപ്പിച്ച് വലിയ തുകയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അവരിപ്പോ ഇതുവരെ ടോൾ പിരിച്ചിരിക്കുന്ന കണക്ക് പ്രകാരം അവരുടെ ലാഭത്തിന്റെ എത്രയോ ഇരട്ടി ലാഭം അവരുണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. 12 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇത് സ്ഥായിയായി നിർത്തണം എന്നുള്ളതാണ്. പാലിയേക്കര ടോൾ പിരിവ് നിർബന്ധമായിട്ടും നിർത്തിപ്പിക്കണം നമുക്ക് കോടതി. അത് വാദം കേട്ട ശേഷം കോടതി അക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്ന ഞാൻ അഭിപ്രായം. കാരണം കേന്ദ്ര ഗവൺമെന്റ് നിർത്താൻ പോകുന്നില്ല. കാരണം കേന്ദ്ര ഗവൺമെന്റും നാഷണൽ ഹൈവേ അതോറിറ്റി എത്ര ടോൾ പിരിച്ചാലും അവർക്കൊരു പ്രശ്നമില്ല എന്നുള്ള മട്ടിലാണ് അവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ടോൾ പിരിവ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നടപടി ഇവിടുത്തെ MP അല്ലെങ്കിൽ ഇവിടുത്തെ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. അവരിവിടെ ടോൾ പിരിവ് നടത്തുന്ന കമ്പനിക്കാർക്ക് വേണ്ടി എല്ലാ തർക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ടോൾ പിരിവുമായി ബന്ധപ്പെട്ടിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൊള്ള അവസാനിപ്പിക്കാൻ താൽക്കാലികമായിട്ടെങ്കിലും അത് മരവിപ്പിച്ചിരിക്കുന്ന കോടതി നടപടി വളരെ സന്തോഷകരമായ കാര്യമാണ്. അവർ ടോൾ പിരിക്കാൻ പിരിച്ചോട്ടെ, പക്ഷെ അവർ കൊടുക്കേണ്ട സൗകര്യം കൊടുക്കണം. നിയമപരമായി അവിടുത്തെ പാസഞ്ചേഴ്സിന്റെ റൈറ്റ് സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം അവർ ടോൾ പിരിക്കുന്നത്. എന്തിനാണ് ടോൾ പിരിക്കുന്നത് എന്നൊരു അടിസ്ഥാനപരമായ വിഷയമുണ്ടല്ലോ ശ്രീ VS സുനിൽകുമാർ. നല്ല റോഡ് ഉപയോഗിക്കുന്നതിന് കൊടുക്കുന്നതാണ് ആ തുക. നല്ല റോഡ് അല്ലെങ്കിൽ പിന്നെ എന്തിനു കൊടുക്കണം? ഈ ടോൾ പിരിവിനോട് രാഷ്ട്രീയമായി യോജിക്കുന്ന ആളുകളല്ല ഞങ്ങൾ. പക്ഷേ ഇന്ന് അതിന്റെ പോളിസി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്നു. അത് നിയമപരമായ പരിരക്ഷ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് കോടതിയിൽ പോയാൽ പോലും ടോൾ പിരിവ് നിർത്തിവെക്കാൻ കഴിയാത്ത സാഹചര്യം നമ്മുടെ ഇന്ത്യയിൽ ഇന്നുണ്ട്. അതുകൊണ്ട് ടോൾ പിരിവിനെ സംബന്ധിച്ച് പൊളിറ്റിക്കൽ പ്രശ്നം വെച്ചാൽ ടോൾ പിരിവ് വേണ്ടെന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾ. പക്ഷേ ടോൾ പിരിക്കുന്നുണ്ടെങ്കിൽ ആ ടോൾ പിരിക്കുന്നതിനുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും പാസഞ്ചേഴ്സിന് കൊടുക്കണം. അമിതമായി ടോൾ പിരിക്കാൻ പാടില്ല. അതൊക്കെ ഈ ടോൾ കമ്പനിക്കാരുടെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഉറപ്പുവരുത്തുന്ന കാര്യമാണ്. പക്ഷെ ഇതൊന്നും ഉറപ്പുവരുത്താതെ ഈ സർവീസ് റോഡുകളാണെങ്കിലും പ്രധാനപ്പെട്ട റോഡുകളാണെങ്കിലും പാതാളക്കുഴികളായി കിടന്നാലും അതിലൂടെയൊക്കെ നമ്മുടെ റോഡിലൂടെ നമ്മൾ വണ്ടി ഓടിച്ച് ടോളും കൊടുത്ത് നമ്മൾ പോകണം. നമ്മുടെ വണ്ടിക്ക് കേടുവന്നാലും ഒരു ഉത്തരവാദിത്വമില്ല, അപകടം പറ്റിയ ഉത്തരവാദിത്വമില്ല, നമ്മുടെ സമയം വൈകിയ ഉത്തരവാദിത്വമില്ല, ആംബുലൻസ് പോലും അവിടെ കടന്നു പോകാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെ, ശ്രീ സുനിൽകുമാർ, ഈ 4 ആഴ്ച കൊണ്ട് ഇത് പരിഹരിക്കുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? എനിക്കൊരു വിശ്വാസമില്ല. 4 ആഴ്ച കൊണ്ടൊന്നും ഇവർ പരിഹരിക്കാൻ പോകുന്നില്ല. ഇവർ 4 ആഴ്ച കൊണ്ട് പരിഹരിക്കുന്ന ആൾക്കാർ. കാരണം ഇവർക്ക് യാതൊരു ആത്മാർത്ഥതയും ഇക്കാര്യത്തിലില്ല. ഇത് പരിഹരിക്കണമെന്ന ആത്മാർത്ഥമായ അഭിപ്രായം ഈ ടോൾ കമ്പനിക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് 4 ആഴ്ച കൊണ്ടൊന്നും പരിഹരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഹൈക്കോടതിയുടെ നിരീക്ഷണം അതിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആശ്വാസകരമായ കാര്യം. വളരെ നന്ദി ശ്രീ VS സുനിൽകുമാർ. ഹൈക്കോടതി ഏതായാലും 4 ആഴ്ചത്തേക്ക് ടോൾ പിരിക്കരുത് എന്ന് പറയുമ്പോൾ ഈ 4 ആഴ്ചക്കകം തകർന്ന റോഡ് നേരെയാക്കണം. അതോടൊപ്പം ഗതാഗത കുരുക്ക് പൂർണ്ണമായും പരിഹരിക്കുകയും വേണം. ആ വീഴ്ച പരിഹരിക്കാതെ ടോൾ പിരിക്കാനാകില്ല എന്നുള്ളതാണ് കോടതി ഉത്തരവ്.